അങ്ങനെ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ അടുക്കളയിലെ പണികളൊക്കെ രാവിലെ നേരത്തെ തന്നെ ഒതുക്കാറാണ് പതിവ്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് കിട്ടും. കുട്ടികളുടെ കൂടെയൊക്കെ കുറേ നേരം ഇരിക്കാം. അവർക്കൊക്കെ ഇപ്പോഴല്ലേ സമയമുള്ളൂ ഇരിക്കാൻ. അപ്പോൾ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളും തിരക്കൊക്കെയും. പുറത്താണെങ്കിൽ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ അടുക്കളയിലൊന്നും ഒരുപാട് സമയം നമുക്ക് നിൽക്കാനേ പറ്റില്ല, നല്ല ചൂടായിരിക്കും. അപ്പോൾ രാവിലത്തെ ചായയുടെ കൂടെ എല്ലാ കാര്യങ്ങളും അങ്ങ് റെഡിയാക്കി വെക്കുകയാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ചോറായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു മീൻ കറി വെച്ചു. മീനിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഇതുവരെയും നമ്മൾ വാങ്ങിക്കാത്തൊരു മീനാണ് കേട്ടോ. പിന്നെ ഒരു കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി കേട്ടോ. പിന്നെ കുറച്ച് അച്ചാറുണ്ടായിരുന്നു, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയ മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ നല്ല ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും മീൻ കറി വെക്കുന്നതിനേക്കാളും ഫ്രൈ ആക്കുന്നതാണ് ഇഷ്ടം. ഇവിടെ ഒരു വാഴയില ഇരിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ഇത് 2 ദിവസമായിട്ട് സ്കൂൾ പൂട്ടിയ തൊട്ടിട്ട് ഇവിടുത്തെ ചെറിയ ആൾ പറയുന്നതാണ് പൊതിച്ചോറ് വേണം പൊതിച്ചോറ് വേണം എന്നിട്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പൊതിച്ചോറിൻ്റെ കൂടെ ഉണ്ടാവേണ്ട കാര്യങ്ങളും അവൻ എന്നെ പറഞ്ഞു തന്നു കേട്ടോ. അച്ചാറും അതുപോലെ എന്തെങ്കിലും ഒരു മെഴുക്ക് പുരട്ടി, അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ മാത്രം മതി എന്ന് പറഞ്ഞു. കൂട്ടാനൊന്നും അതിൽ ഒഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞ പോലെ തന്നെ നല്ല അച്ചാറും അതുപോലെ തന്നെ കോവയ്ക്ക കൊണ്ടുള്ള മെഴുക്ക് പുരട്ടിയും അതുപോലെ തന്നെ 2 കഷ്ണം ഫിഷ് ഫ്രൈ ഒക്കെ വെച്ചു. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.